വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ അബഡീൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുവാണ്. സ്കോട്ട്ലൻഡിലെ ഒരു സിറ്റിയാണ് അബഡീൻ എന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി ഞാൻ കഴിഞ്ഞ വീഡിയോ മാഞ്ചസ്റ്റർ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ മാത്രമല്ല ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കും കൂടെ പോകുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫൈനലി സമയമായി പറഞ്ഞുതരാനായിട്ട്. ആക്ച്വലി ഇവിടെ വന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വിഷേട്ടിന് ഇപ്പം PhD ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ലോയിൽ. അപ്പം വിഷേട്ടിന് ഒരു സ്കോളർഷിപ്പ് കിട്ടി. അപ്പോൾ അത് കാരണമാണ് ഞങ്ങൾ അബഡീനിൽ വന്നത്. അപ്പം വിഷേട്ടിന് ഇവിടെ ഒരു 3.5 months കുറച്ച് വർക്ക് ഉണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പൊ ആക്ച്വലി ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം എന്ത് വന്നാലും ചേച്ചീനെയും കുഞ്ഞുങ്ങളെയും ചേട്ടനെ എല്ലാം കാണാൻ വരണം എന്ന്. അപ്പോൾ അങ്ങനെ നമ്മളിനി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വിഷേട്ടിന് ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയത്. അപ്പം അത് വലിയൊരു കാര്യമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. എസ്പെഷ്യലി വിഷേട്ടിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. പക്ഷെ നാട്ടിൽ നിന്ന് ഇത്രയും നാള് മാറി നിൽക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും അവിടെയല്ലേ, ഞങ്ങളുടെ റിലേറ്റീവ്സ്, നമ്മുടെ റൂട്ട് എവിടെയല്ലേ. അപ്പൊ അത് കാരണം അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. ഇപ്പം എനിക്കും വിഷയനെയും സംബന്ധിച്ചൊക്കെ നമുക്കൊരു വിസിറ്റ് നടത്താനാണ് കൂടുതലും ആഗ്രഹം. ഇപ്പൊ പുറത്തേക്ക് ഫോറിൻ കൺട്രീസിൽ പോകുന്നു, പോയിട്ടൊരു 2 weeks 3 weeks കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ മാക്സിമം 1 month കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്നു. അല്ലാതെ നമ്മൾ ഇത്രയും ദിവസം നാട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അപ്പൊ ആദ്യത്തെ 1 മാസത്തോളം ഞങ്ങൾ മാഞ്ചസ്റ്ററിൽ ഉണ്ടായിരുന്നു. ചേച്ചി, ചേട്ടൻ, അമ്മ ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും മാഞ്ചസ്റ്ററിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് May 1st ഞങ്ങൾ അബഡീനിലോട്ട് വന്നത്. May 2 മുതൽ വിഷേട്ടിന് ജോയിൻ ചെയ്യണമായിരുന്നു. അപ്പൊ വിഷേട്ടിന് രാവിലെ ഒരു 9-9:30 ആകുമ്പോൾ വിഷേട്ടൻ പോകും. ഇപ്പൊ രാവിലത്തെ സമയമാണ്, ഇപ്പൊ ഒരു 10-10:30 ആയി കാണും. പിന്നെ ഞങ്ങൾ താമസിക്കുന്നത് കോളേജിന്റെ തന്നെ സ്റ്റാഫ് അക്കോമഡേഷനിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവർ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നത് എനിക്ക് അധികം ഇഷ്ടമുള്ളൊരു കാര്യമല്ല. എവിടെ ഞാൻ നിൽക്കുവാണെങ്കിലും ആരെങ്കിലും ഒക്കെ എന്നെ ചുറ്റിപ്പറ്റിയിട്ട് നിൽക്കാണും. ഇപ്പം വിഷേട്ടിന് എറണാകുളത്ത് ആയിരുന്നപ്പോഴും ഞാൻ അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്, അമ്മയുടെ കൂടെയാണ് എപ്പോഴും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഷോപ്പിൽ പോകും, എൻ്റെ വർക്ക് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് എൻഡ് ഓഫ് ദ ഡേ രാത്രി നമ്മൾ വന്നിരിക്കുമ്പോൾ ആരെങ്കിലും വേണമല്ലോ നമുക്ക്. എനിക്ക് അങ്ങനെയായിരുന്നു. ചില സമയത്തൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കണം തോന്നും എന്നല്ലാതെ എപ്പോഴും ഒക്കെ ഇങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അപ്പൊ അതായിരുന്നു എനിക്ക് കൂടുതലും എനിക്ക് ടെൻഷൻ. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിലാരും ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീട് അടുത്താണ്, ഏകദേശം ഒരു 1 kilometer ഉള്ളൂ. 1 kilometer പോലും ഇല്ല എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ശ്രീവരാത്ത്. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പം ഒറ്റയ്ക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ഒരു ഔട്ടിങ് പോവാം, അല്ലെങ്കിൽ അതോ ഒറ്റയ്ക്കല്ലേ പോകേണ്ടത്. അപ്പം അതൊരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നാട്ടിലാണെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് അങ്ങനെ ഒരുപാട് അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണും. ഇപ്പം ഫ്രണ്ട്സ് ആരെങ്കിലും കാണും, ഇപ്പം അമ്മ ആരെങ്കിലും ഒക്കെ കാണുമല്ലോ. അപ്പം ഇങ്ങോട്ട് താമസം മാറുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഒരു 1 bedroom അപ്പാർട്ട്മെന്റ് ആണ് നല്ലതെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒരുപാട് സ്പേസ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക ലോൺലി ആണെന്നുള്ളൊരു ഫീലിംഗ് വരും. ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് 2 ദിവസത്തിൽ തന്നെ ഈ അപ്പാർട്ട്മെന്റ് ഫോട്ടോ വന്നു. അപ്പോൾ വിഷയം പറഞ്ഞു, അനു 1 BHK ആണ്, ഇത് കൊള്ളാമോ, നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് മതി, എന്തായാലും 1 BHK ആണോ അത് മതി, വേറെ ഒന്നും നോക്കാനില്ല. ഇവിടെ നിന്ന് ജസ്റ്റ് കോളേജിലേക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഹാർഡ്ലി 5 minutes മാത്രമേ എടുക്കത്തുള്ളൂ. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏരിയ കൊള്ളാം, നല്ല ലൊക്കാലിറ്റിയാണ്. അപ്പം അടുത്ത് തന്നെ ഒരു പാർക്ക് എല്ലാം ഉണ്ട്. പിന്നെ ടെസ്കോ, ഒരു സൂപ്പർ മാർക്കറ്റ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പം എല്ലാം നോക്കിയപ്പോൾ ഇത് തന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റേ. അതിൽ ഫോട്ടോസ് കാണുമ്പം കുറച്ചും കൂടി ചെറുതായിട്ടാണ് റൂംസ് ഒക്കെ ഇരുന്നത്. പക്ഷെ ആക്ച്വലി വലിയ റൂംസ് ആണ്. കാരണം എസ്പെഷ്യലി കിച്ചന്റെ വീഡിയോ കിച്ചന്റെ ഫോട്ടോ ഞാൻ കണ്ടപ്പോൾ ആക്ച്വലി എനിക്ക് കിച്ചൺ കുറച്ച് ക്രാംഡ് ആണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അല്ല, നല്ല വലിയ കിച്ചൺ തന്നെയാണ്, വളരെയധികം നല്ല സൗകര്യമുള്ള സ്ഥലം തന്നെയാണ്. എന്തായാലും എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വിൻഡോസ് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു വലിയ വിൻഡോ, ഇപ്പം ഞാൻ സംസാരിക്കുന്നതിൻ്റെ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു വലിയ വിൻഡോ ഉണ്ട്. പിന്നെ കിച്ചൻ്റെ അവിടെയും ഒരു വലിയ വിൻഡോ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ അപ്പാർട്ട്മെന്റ് അല്ല, ഞാൻ ഈ ചെറിയ അപ്പാർട്ട്മെന്റ് അല്ലേ, ഈ അപ്പാർട്ട്മെന്റ് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. അപ്പൊ ഇവിടെ ഇപ്പൊ സമ്മർ ടൈം ആണ്. ഇവിടെ മാഞ്ചസ്റ്ററിലെല്ലാം ഇപ്പൊ സമ്മർ ടൈം ആണ്. പക്ഷെ സമ്മർ ടൈം ആണെങ്കിൽ പോലും മാഞ്ചസ്റ്ററിൽ യൂഷ്വലി പകൽ സമയത്തൊക്കെ ഒരു 11-12 degree ഒക്കെയാണ്. അതാണ് ഇവിടുത്തെ സമ്മർ. നമ്മുടെ സമ്മർ ഭയങ്കര സമ്മറാണ്. പക്ഷേ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചും കൂടി തണുപ്പ് കൂടുതലാണ്. കാരണം നോർത്തിലോട്ടാണ് അബഡീനുള്ളത്, സ്കോട്ട്ലൻഡ് നോർത്തിലോട്ടല്ലേ. അപ്പം നോർത്തിലോട്ടായത് കാരണം തണുപ്പ് കുറച്ചും കൂടി കൂടുതലായിരിക്കും സമ്മർ ടൈം ആണെന്ന് പറഞ്ഞാലും. ഇപ്പൊ വീട്ടിൽ ഞാൻ ഈ കോസി ഒരു ഷ്രഗ് ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം തണുപ്പുണ്ട്,
നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. വീടിൻ്റെ അകത്ത് ഹീറ്ററൊക്കെ ഓൺ ചെയ്താലും എവിടെയെങ്കിലും ഒക്കെ വിൻഡോ ഒക്കെ ചിലപ്പോൾ ഒന്ന് തുറന്നിടുകൊണ്ടാവും. അപ്പം ഓപ്പൺ ചെയ്തിടുമ്പോൾ തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ അടിക്കും. അപ്പോൾ ഇവിടെ ഇഷ്ടമാതിരി സീഗിൾസ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കടലിനടുത്തല്ലേ, കോസ്റ്റൽ ഏരിയ ആണ്. അപ്പോൾ അത് കാരണം സീഗിൾസും എല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഡിലേ വന്നു. കാരണം ഞങ്ങൾ ആദ്യം ഇവിടെ വന്നിട്ട് എല്ലാം സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. കാരണം ഞങ്ങളൊരു 3.5 months വരെ ഇവിടെ ഉണ്ട്. അപ്പം അത് കാരണം നമുക്കെല്ലാം നോക്കിയൊക്കെ അല്ലേ എല്ലാം അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം എല്ലാം നീറ്റാക്കി വെക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ കുറേ സാധനങ്ങൾക്ക് മേടിക്കണം. പിന്നെ വാഷിംഗ് മെഷീൻ, പിന്നെ ഡ്രയറും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഓവനുണ്ട്, പിന്നെ ഗ്യാസ് സ്റ്റോപ്പ് ഉണ്ട്, അതെല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആയിരുന്നു. പിന്നെ മൈക്രോവേവും പിന്നെ എയർ ഫ്രയറും ഞങ്ങൾ മേടിച്ചു. ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിക്കണം. ഫ്രിഡ്ജുണ്ട്, ഒരു മിനി ഫ്രിഡ്ജുണ്ട്. അപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് ഇന്ത്യൻ സ്റ്റോഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ആദ്യം ഞാൻ ഈ ഒരു അപ്പാർട്ട്മെന്റ് എങ്ങനെയാണെന്ന്, ഈ ഒരു കുട്ടി അപ്പാർട്ട്മെന്റ്, നമ്മുടെ അബഡീനിലെ ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അകത്ത് കയറി ഇവിടെ ഒരു കോട്ട് ഹാങ്ങർ ഉണ്ട്. ഫ്രണ്ടിൽ ഒരു കുഞ്ഞു കൊറിഡോറാണത്. ഇവിടെ ഇലക്ട്രിക് മീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ആക്ച്വലി ഇവിടെ ഇതൊരു ടെലിഫോൺ ഉണ്ട്. അപ്പോൾ താഴെ മെയിൻ ഡോർ ഉണ്ടല്ലോ, താഴെയുള്ള മെയിൻ ഡോറിൽ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബെല്ല് നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. ആ സമയത്ത് ഞങ്ങൾ ഈ ഒരു ബ്ലാക്ക് കളർ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ താഴത്തെ ഡോറ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഇങ്ങോട്ടേക്ക് വിസിറ്റേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെലിവറി തരാനായിട്ട് ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് കാണുന്നത് ബാത്റൂമാണ്. ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ കിച്ചൺ, റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂം. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ വിൻഡോ, കണ്ടില്ലേ, നല്ല വെളിച്ചം കിട്ടുന്ന വിൻഡോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ബെഡിൽ ഇതെല്ലാം നമ്മൾ വന്നിട്ട് മേടിച്ചതാണ് കേട്ടോ. ഈ ഡുവേ എല്ലാം നമ്മൾ വന്നിട്ട് മേടിച്ചതാണ്. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്, കണ്ടില്ലേ. ഇവിടെ ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പ്, ഇത് റിംഗ് ലൈറ്റ് ഞാൻ മാഞ്ചസ്റ്ററിൽ വെച്ച് മേടിച്ചാണ്. എനിക്ക് നല്ല ലാഭത്തിന് കിട്ടി, അങ്ങനെ മേടിച്ച റിംഗ് ലൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ ലാമ്പ് ഉണ്ട്, ഇതും ഞാനൊരു ഓഫറിന് മേടിച്ചാണ്. എൻ്റെ വാട്ടർ ബോട്ടിൽ ഇരിക്കുന്നു, എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇരിക്കുന്നു, എൻ്റെ വാസ്ലീൻ. ഇവിടെ വന്നതിന് ശേഷം ലിപ്സൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഇപ്രാവശ്യം. അപ്പോൾ ഇവിടെ ഒരു ചെയറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയ ഒരു അലമാരയുണ്ട്. ഇത് ആക്ച്വലി ഇവിടെയാണ് ഇരുന്നത്. ഇത് ഞാനിപ്പോൾ എൻ്റെ ഷൂട്ട് ചെയ്യാനുള്ള ഏരിയ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഇവിടുത്തെ പൗണ്ട് ലാൻഡ് എന്ന് പറയുന്ന 1 പൗണ്ട് മുതൽ തുടങ്ങുന്ന സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം അവിടെ നിന്ന് ഞാനിത് ഈ 3 സംഭവം ഞാൻ അവിടെ നിന്നാണ് മേടിച്ചത്. ഈ ഒരു ക്യാൻഡിൽ അവിടെ നിന്നാണ് മേടിച്ചത്. പക്ഷേ ഇതൊക്കെ ഞാൻ വേറെ സ്ഥലത്ത് നിന്നാണ് മേടിച്ചത്. ഈ ഒരു ഓർഗനൈസിങ് ട്രേ ഒക്കെ വേറെ സ്ഥലത്ത് നിന്നാണ് മേടിച്ചത്. ഇതെൻ്റെ ട്രൈപോഡ് ഞാൻ ഇവിടെ വന്നിട്ട് മേടിച്ചാണ്. ഇവിടെ ഫ്ലോറിംഗ് എല്ലാം കാർപ്പറ്റാണ്. അവിടെ ഒരു ഹീറ്റർ ഇരിപ്പുണ്ട്. നമുക്ക് ഇനിയും ഓർഗനൈസ് ചെയ്യാനുണ്ട്. ഞാൻ ഈ അലമാരയിൽ എൻ്റെ ഡ്രസ്സും വിഷൻ്റെ ഡ്രസ്സും എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ 2 ഡ്രോയറുണ്ട്, അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പുതിയതായിട്ട് വെച്ച വൈഫൈ ആണ്. ഇവിടെ വൈഫൈ കണക്ഷൻ ഇല്ലായിരുന്നു. ഞങ്ങൾ ഡോങ്കിൾ കൊണ്ടാണ് വന്നത്, പക്ഷെ അത് നമുക്ക് തികയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇവിടെ പുതിയ വൈഫൈ ഫിക്സ് ചെയ്തു. ഇവിടെയാണ് എൻ്റെ കംപ്ലീറ്റ് മേക്കപ്പ് സംഭവങ്ങളെല്ലാം ഇരിക്കുന്നത്. ഇതൊന്നും കംപ്ലീറ്റ്ലി ഓർഗനൈസ്ഡ് അല്ല. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കവേഴ്സിലാക്കി ഞാൻ വേറെ സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ള വീഡിയോ കാണുന്നവർ കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ പെട്ടീസാണ്. അപ്പം അതെല്ലാം ഞാൻ ഈ സൈഡിലേക്ക് വെച്ചു. അപ്പോൾ ഇത് ഞങ്ങളുടെ ലോണ്ട്രി ബാഗ് ഇവിടെ വന്നിട്ട് മേടിച്ചാണ് ലോണ്ട്രി ബാഗ്. പിന്നെ ഇത് സൈഡ് ടേബിൾ. ഇത് വിഷൻ്റെ വാട്ടർ ബോട്ടിൽ. വിഷൻ ഒരുപാട് വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കാരണം വാട്ടർ ബോട്ടിൽ കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ. ഈ ഡുവേ കവറെല്ലാം ഞങ്ങൾക്ക് അശ്വിൻ ചേട്ടൻ അവിടെ നിന്ന് കൊടുത്തു വിട്ടാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുറത്തേക്കുള്ള വ്യൂ. ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പാർക്ക് അതാണ്, ചിൽഡ്രൻസ് പാർക്ക്. അവിടെ പോയി നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ. ഇതാണ് എൻ്റെ പുറത്തേക്കുള്ള വ്യൂ. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കിച്ചൺ. അപ്പോൾ ഇതാണ് വാഷിംഗ് മെഷീനും ഡ്രയറും ഇതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് 2 അവൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 അവനുണ്ട്, ഗ്യാസ് സ്റ്റോപ്പുണ്ട്, പിന്നെ ഇത് ടോസ്റ്റർ, പിന്നെ കെറ്റിൽ, പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ എയർ ഫ്രയർ, ഇത് മൈക്രോവേവ്,
ഇത് ബ്ലെൻഡറാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇവിടെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം പാത്രം കഴുകിയതിന് ശേഷം ഞാൻ കിച്ചൺ ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ പാത്രം കഴുകിയതിന് ശേഷം ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്ലോത്താണ്. ഞാൻ ആക്ച്വലി ഇത് പൗണ്ട് സ്ട്രെച്ചർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മേടിച്ചാണ്. ഇത് 1 പൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, 100 റുപ്പീസ്. അപ്പോൾ ഇത് നല്ലൊരു സ്പഞ്ചി ആയിട്ടുള്ളൊരു ടൈപ്പ് മൈക്രോ ഫൈബർ ക്ലോത്താണ്. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഞാൻ ഇതിനെ പാത്രങ്ങളെല്ലാം എടുത്ത് വയ്ക്കും. അപ്പം പെട്ടെന്ന് തന്നെ ഇതിലേക്കുള്ള വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് എൻ്റെ വാഷ് ബേസിൻ കഴുകാനുള്ളത്. പക്ഷേ എൻ്റെ വേറൊരു വാട്ടർ ബോട്ടിൽ അവിടെ ഇരിക്കുന്നു. ഇത് ഫ്രിഡ്ജാണ്, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫ്രിഡ്ജാണ്. അപ്പോൾ ഇത് ഒരു സ്റ്റോറേജ് റൂമാണ്. ഇതിൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. പിന്നെ ഇത് ഒരു ഡൈനിങ് ടേബിൾ. ഈ ഡൈനിങ് ടേബിളിൻ്റെ 2 വശത്തുനിന്നും ഞങ്ങൾക്ക് വലുതാക്കാൻ പറ്റും ഇതിനെ. അങ്ങനെ ഡൈനിങ് ടേബിളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ വിൻഡോയുടെ പുറത്തുകൂടെ ഉള്ള വ്യൂ ഞാൻ കാണിച്ചു. ബാക്ക് യാർഡ്, വേറെ വീടുകളൊക്കെ കാണാം. ഇതാണ്. എല്ലാ സ്ഥലത്തും ഹീറ്ററുണ്ട് കേട്ടോ. കിച്ചണിൻ്റെ അവിടെ ഹീറ്ററുണ്ട്, അല്ലാതെ ഞങ്ങളുടെ ബെഡ്റൂമിലും ഹീറ്ററുണ്ട്, ബാത്റൂമിൻ്റെ അകത്തും ഹീറ്ററുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏതായാലും ഇവിടെ കെറ്റിലിൽ ഞാൻ വെള്ളം നിറച്ചു, വെള്ളം ഓൺ ചെയ്തു. അപ്പോൾ ഇത് ഞാൻ നെസ്കഫെ ഒറിജിനൽ, ഇത് 2 in 1 ആണ്. ഇതിൽ ഷുഗർ ഇല്ല, കാരണം വിഷയൻ്റെ കൺവീനിയൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 2 in 1 മേടിച്ചത്. ഇതിനകത്ത് മിൽക്ക് പൗഡർ ആൻഡ് കോഫി ഉണ്ട്, ഷുഗർ ഇല്ല. പക്ഷെ എൻ്റെ ഷുഗർ ഇവിടെ ഉണ്ട്. എൻ്റെ ഷുഗർ ഇതുണ്ട്. അപ്പോൾ ഈ ഷുഗറാണ് ഞാൻ ഇതിലിടാൻ പോകുന്നത്. 2 സ്പൂൺ. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഒരു സാക്ഷി എടുത്തു. ഒരു സാക്ഷി സാധാരണ 2 സാക്ഷി എടുക്കാറുണ്ട്. വലിയ ഹോൾ ഗ്ലാസ് വേണമെങ്കിൽ, ഇതിപ്പോൾ ഒരു ഹാഫ് ഗ്ലാസ് മാത്രമേ ഞാൻ കുടിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കോഫി എടുത്തു വരണം. അപ്പോൾ കോഫിയായി. മിക്ക സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്. ഇപ്പോൾ വിഷയം പോകുന്നതിന് മുന്നേ, വിഷയം കുറച്ച് ലേറ്റൊക്കെ ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടി എല്ലാം അറേഞ്ച് ചെയ്ത് കഴിക്കാൻ പറ്റും. പക്ഷെ കൂടുതലും വിഷയം പോയതിന് ശേഷമാണ് ഞാൻ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്കൊരു ചെറിയൊരു പ്രശ്നം വന്നു വെച്ചാൽ, എനിക്ക് ചെറുതായിട്ടൊന്നും വയ്യാതായിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 1 വീക്കോളം ഞാൻ ആൻറ്റിബയോട്ടിക്സ് ഒന്നും കഴിച്ചില്ല. കാരണം ഞാൻ പോളിഫീവർ എന്തെങ്കിലും ആണെന്ന് വെച്ചിട്ട് ഞാൻ സിട്രസൺ ഒക്കെ കഴിച്ചു. പിന്നെ വിചാരിച്ചത് കയ്യിൽ നിൽക്കുന്നില്ല. അപ്പം എന്ത് പണിയായിരുന്നു എനിക്കറിയില്ലായിരുന്നു. കൊറോണ എല്ലാം തോന്നുന്നു. അപ്പം അങ്ങനെ എന്താ പറയുക, ആൻറ്റിബയോട്ടിക്സ് ഞാൻ സ്റ്റാർട്ട്. ഇപ്പം ഞാൻ ബെറ്ററാണ്. ഇപ്പം എനിക്ക് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ സമയത്തും കടയിൽ നിന്ന് കോൾ വന്നുകൊണ്ടിരിക്കും. പവില വർക്കിംഗ് ആണ്. ഇപ്പം ഞാൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞിട്ട് പവില വർക്കിംഗ് അല്ലാതെ അല്ല, പവില വർക്കിംഗ് ആണ്. പവില അവിടെ സ്റ്റാഫ് ഉണ്ട്. പുതിയ സാരീസും കളക്ഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കുറവായിരിക്കും വരുന്നത്, പക്ഷെ കളക്ഷൻസ് ഉണ്ട്. ഇപ്പം പവിലയുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ സ്റ്റാഫിനെ കിട്ടും. മൺഡേ ടു സാറ്റർഡേ ബുട്ടീക്ക് ഓപ്പൺ ആണ്. മോർണിംഗ് 10 to ഈവനിങ് 6 വരെ ബുട്ടീക്ക് ഓപ്പൺ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വന്ന് കഴിഞ്ഞിട്ടായിരിക്കും കൂടുതൽ ഡിസൈൻസും കാര്യങ്ങളും എല്ലാം ഇനി വരാൻ പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പുതിയ ഡിസൈൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പവില റണ്ണിങ് ആണ്. ഞാൻ ഇവിടെ ആണെന്ന് വെച്ചിട്ട് പവില ഞാൻ ക്ലോസ് ആയിട്ടല്ല പോയത്. എന്റെ സ്റ്റാഫ് എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ പവിലയുടെ കാര്യങ്ങളൊന്നും ഒരു തെറ്റുകൂടാതെ എല്ലാം നല്ല രീതിക്ക് തന്നെ പോവാണ്. അതുകൂടാതെ നമ്മൾ അവിടെ നിന്ന് സാരീസ് മേടിക്കുന്ന ഒരുപാട് നല്ല സ്ഥിരം കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ അവരെല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ച് ഞങ്ങളുടെ ബെഡ്റൂമിൽ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇതൊരു കുഞ്ഞ് അപ്പാർട്ട്മെൻ്റ് അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ കോസി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ആക്ച്വലി പുറത്തേക്കൊന്നും പോകുന്നില്ല, കാരണം ഇന്ന് എനിക്ക് കുറച്ച് ജോലിയുണ്ട്. എനിക്ക് പവിലയുടെ കുറച്ച് വർക്ക് ഉണ്ട്. പിന്നെ അതുകൂടാതെ എനിക്ക്
വ്ളോഗിൻ്റെ കുറച്ച് വ്ളോഗ്സ് എല്ലാം എടുത്ത് വെച്ചതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീഡിയോസ് കാണാൻ സാധിക്കും. കാരണം ഞാനിവിടെ ഇപ്പം ഓൾമോസ്റ്റ് ഞാൻ ഒരുപാട് സമയം ഞാൻ ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ട്. പവലയുടെ വർക്ക് ഉണ്ട്, പക്ഷെ നമ്മൾ നാട്ടിൽ നിൽക്കുന്ന പോലത്തെ വർക്ക് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് കാരണം തന്നെ എനിക്ക് ആ ഒരു സമയം എനിക്ക് വ്ളോഗ്സ് ചെയ്യാനായിട്ട് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാരണം കുറച്ച് നല്ല നല്ല വ്ളോഗ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ഡെയിലി വ്ളോഗ്സും ഞാൻ എന്തൊക്കെ ഡെയിലി ചെയ്യുന്നു, എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇപ്പോൾ അബഡീനിൽ അറിയുന്ന ആൾക്കാർ ഏതെങ്കിലും സ്ഥലത്ത് പോകണം എന്നുണ്ടെങ്കിൽ അതെൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ആ സ്ഥലത്തെല്ലാം പോയി ഷൂട്ട് ചെയ്ത്, എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പോയിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് ഈ വീഡിയോ ഞങ്ങളുടെ ഈ കുട്ടി അപ്പാർട്ട്മെന്റ് ഇഷ്ടപ്പെട്ടാൽ എന്താ പറയാ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.